ഞങ്ങള് ഫസ്റ്റ് ആദ്യത്തെ എക്സ്പീരിയൻസ് സിനിമയിൽ അഭിനയിച്ചതിന്റെ എക്സ്പീരിയൻസ് എന്താ ഉണ്ണി പറയാനുള്ളത്? അതിൽ നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഞങ്ങൾ നേരെ മലയാറ്റൂരിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബസ് കയറി ഞങ്ങൾ നേരെ പോകുന്നത് വല്ലാർപാടത്തേക്കാട്ടോ. ആദ്യം തന്നെ അതിന് മുമ്പ് ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ആലുവയിൽ ഇറങ്ങി. ആലുവയിൽ നിന്ന് മെട്രോ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ മെട്രോ കയറാൻ വേണ്ടി ഞങ്ങൾ നേരെ പോവാട്ടോ. എസ്കലേറ്ററെല്ലാം കയറി നമ്മൾ നേരെ പോകുന്നത് മെട്രോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മെട്രോ ടിക്കറ്റ് കിട്ടും. അങ്ങനെ മെട്രോ ടൈമെല്ലാം നോക്കി ഞങ്ങൾ നേരെ മെട്രോ ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഇനി കുറച്ച് മെട്രോ കാഴ്ചകൾ കാണാം. അങ്ങനെ നമുക്ക് പോകാനുള്ള മെട്രോ എത്തിയിട്ടുണ്ട്. മെട്രോയുടെ പേര് മന്ദാകിനി. അങ്ങനെ മെട്രോ ഉള്ളിൽ കയറി. ഇനി മെട്രോ ഉള്ളിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. ഭയങ്കരമായ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊച്ചിയിലുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം വേറൊരു മെട്രോ പാസ്സായതാട്ടോ. അതിൻ്റെ അപ്പുറം കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഇടപ്പള്ളി പള്ളി ആയിരിക്കണം, അതും എനിക്ക് കറക്റ്റ് അറിയില്ല. നെക്സ്റ്റ് കുറേ ബിൽഡിങ്ങിലൊക്കെ കണ്ടു. അതിനുശേഷം നമ്മുടെ കലൂർ സ്റ്റേഡിയമാണ് കേട്ടോ നിങ്ങൾ ബാക്കിൽ കാണുന്നത്. കലൂർ സ്റ്റേഡിയം, അതായത് ISL ഫുട്ബോളെല്ലാം നടക്കുന്നില്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ സ്റ്റേഡിയം. അത് നമ്മൾ റിസർവ് ബാങ്ക് കേട്ടോ, ഭാരതീയ റിസർവ് ബാങ്ക് കൊച്ചിയിൽ. അത് ഞങ്ങൾ നേരെ ഞങ്ങൾ ഇറങ്ങിയ ടൗണിൻ്റെ പേരെന്തായിരുന്നു? ഏതോ ടൗണിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയത് താൾ കിച്ചൺ, അതാട്ടോ ഹോട്ടലിൻ്റെ പേര്. അതിനുശേഷം നമ്മൾ മെട്രോൻ്റെ പുതിയ ഇലക്ട്രിക്കൽ വണ്ടിയുണ്ട്. ഇതാണ് ഇലക്ട്രിക്കൽ ബസ്. അത് ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ അടുത്തത് നമ്മളെ സ്ഥലത്തിൻ്റെ പേര് മറന്നു പോയല്ലോ ഗൈസ്. നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലാട്ടോ ഞങ്ങൾ പോകുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തി. അവിടെ നിന്നാണ് ഇനി വല്ലാർപാടത്തേക്കുള്ള ബസ്. നല്ല പൊരിഞ്ഞ വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇതിൽ കുറച്ച് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. മീൻസ് അതിൻ്റെ വഴിയാണത്. അപ്പോൾ ഞങ്ങൾ വല്ലാർപാടത്തേക്കുള്ള വണ്ടി നോക്കുന്നുണ്ട്. നമ്മുടെ ചീനിക്കാസിൻ്റെ വണ്ടിയാണ്. ഇത് ഒരു കാലത്ത് ഫേമസ് ആയിരുന്ന വണ്ടിയാണ്. ഒരു കാലത്തിൽ ഈ അടുത്ത് തന്നെ കുറച്ച് വാർത്തകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഹൈക്കോർട്ട്. അപ്പോൾ ഹൈക്കോർട്ട് ഞങ്ങൾ നേരെ ബസ് കയറി ഞങ്ങൾ നേരെ പോകുന്നത് വല്ലാർപാടത്തേക്കാട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വല്ലാർപാടത്ത് എത്തിയിട്ടുണ്ട്. വല്ലാർപാടത്ത് പള്ളിയിലേക്കാണ് കയറി പോകുന്നത്. അങ്ങനെ വല്ലാർപാടത്ത് അമ്മയുടെ അടുത്തെത്താനായിട്ടുണ്ട് നമ്മൾ. അതാണ് പള്ളി. പള്ളിമുറ്റടിക്കൽ നേർച്ചയുണ്ട് ഇവിടെ എല്ലാവരും മിക്ക ആൾക്കാരും അറിയപ്പെടുന്ന തന്നെ പള്ളിമുറ്റടിക്കൽ നേർച്ചയുടെ പേരിലാട്ടോ. ഇത് മലവെള്ളത്തിൽ ഒഴുകിപ്പോയ മാതാവിൻ്റെ ചിത്രം എടുക്കുന്ന ദൃശ്യങ്ങളാണ്. പിന്നെ വഞ്ചികവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അങ്ങനെ കുറേ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. കുറച്ച് അതിനകത്ത് ആ ചരിത്ര ഫലകത്തിലുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ തത്തേനൊക്കെ ഇവിടെ തത്തേനൊക്കെ വളർത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച ഈസ്റ്ററിൽ അതിൻ്റെ തിരുക്കർമ്മങ്ങളുടെ ടൈമും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് ചരിത്ര ഫലകത്തിൽ നിന്നുള്ള കുറച്ച് ഡീറ്റെയിൽസുള്ള കാര്യങ്ങളാട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിനു മുമ്പ് മലയാറ്റൂരിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്ക് പോകുന്ന റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് വല്ലാർപാടത്ത് നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് പോകുന്ന ആ ഒരു വ്യൂ ആണ്. കുറേ വലിയ വലിയ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ കപ്പലുണ്ട്. ഇത് മറ്റേ വലിയ കപ്പലിൻ്റെ അടുത്തേക്കോ അങ്ങോട്ടോ പോകുന്ന ഒരു കപ്പലാണ് ഗൈസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ ഇനി പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ നല്ല തിരക്കുണ്ട്. ബിക്കോസ് വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ആളുണ്ട് മറൈൻ ഡ്രൈവിൽ. അപ്പോൾ ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകട്ടോ. ഇതിൻ്റെ ഒരു ഫാൻ ബോയ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒറിക്സിൽ നിന്ന്. നിനക്ക് ഫാൻ ബോയ് ഉണ്ടോ? ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല. ഈ മലയാറ്റൂർ ട്രിപ്പൊക്കെ വരുന്ന ആൾക്കാർക്കില്ലേ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഒരു 1 ഡേ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയും കൂടി കറങ്ങിയിട്ട് വരാട്ടോ. ബിക്കോസ് ഇവിടുന്ന് 8 രൂപ 6 രൂപ അത്രയും ഉള്ളൂ ജസ്റ്റ് ഫോർട്ട് കൊച്ചി വരെ പോകുന്നതിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മുമ്പ് വരുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടാണ് എനിക്ക് അറിഞ്ഞത്. അതായത് മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ മലയാറ്റൂർ പോകുന്നു. കാഞ്ഞങ്ങാട് നിന്ന് മലയാറ്റൂർ പോയതിന് ശേഷം മലയാറ്റൂർ ഇറങ്ങി മലയാറ്റൂർ അടിവാരത്ത് നിന്ന് ഫുള്ളും മലയെല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം വല്ലാർപാടവും പോയി അത് കഴിഞ്ഞ് നേരെ ഫോർട്ട് കൊച്ചി വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് മറൈൻ ഡ്രൈവ് വന്നിട്ട് നേരെ ഒരു ബോട്ട് പിടിക്കുക, അതിന് നേരെ കയറി വരിക ഫോർട്ട് കൊച്ചിയിലേക്ക്. ഫോർട്ട് കൊച്ചിയിലാണ് മോനെ കാണാനുള്ളത്. കാരണം നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ പ്രേമ ഷൂട്ട് ചെയ്ത സ്ഥലം. ഗൈസ് വി ആർ ഇൻ റീച്ച് കൊച്ചി. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ജങ്കാർ
ഇതാണ് ജങ്കാറ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചൊരു സംഭവമുണ്ട്. അതായത് നമ്മളെ ഒരു എന്താ പറയുക ചെറിയൊരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഞങ്ങൾക്ക്. അത് ഭയങ്കര സന്തോഷം നൽകുന്നു കേട്ടോ. ഏതാ സിനിമ എന്താണെന്നൊന്നും ചോദിക്കരുത്. ഇവിടെ കുറേ ഷൂട്ടിങ് മീൻസ് സേവ് ഡേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ അടിപൊളി ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ റീൽ ഷൂട്ട് ചെയ്യാനും പിന്നെ സൈഡിലൊക്കെ നിങ്ങൾ ഈ കാണുന്നത് ഓരോരോ ചന്തകൾ പോലെയാണ്. നമ്മളിപ്പം ഭയങ്കര റേറ്റ് കുറച്ചിട്ട് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ റീൽ കാണുന്നില്ലേ, അത് മിക്കവാറും ഇവിടെയൊക്കെ ആയിരിക്കും കേട്ടോ. കുറേ ഡ്രസ്സിൻ്റെയാണ് മെയിൻ. കൊച്ചിയിൽ ഡ്രസ്സിൻ്റെ വെറൈറ്റി സ്റ്റൈലുകളുണ്ട്. അതിപ്പം കുറേ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ആദ്യത്തെ എക്സ്പീരിയൻസ് സിനിമയിൽ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എന്താ ഉണ്ണി പറയാനുള്ളത്? അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ കൊച്ചിയിൽ വന്നതിനെ ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സിനിമയുടെ മൂവി ഏത് സിനിമയാണ് സ്പൂഫാണ്. എക്സാമ്പിൾ പറയാം, ആക്ടേഴ്സ് നമ്മുടെ വിനായകനുണ്ട്, പിന്നെ ജയസൂര്യ ഉണ്ട്, പിന്നെ മെയിൻ നടന്മാര് നിഹാലുണ്ട്. അപ്പം നിങ്ങൾ സിനിമ കാണുക. അപ്പം സിനിമ ഷൂട്ട് ചെയ്യുന്ന അന്ന് നമ്മൾ പോയി ഫസ്റ്റ് ഞങ്ങൾ ഉണ്ടോന്നൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗായ്സ്. ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്. ഇതാ വണ്ടികളൊക്കെ ഉണ്ട്. നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ പറഞ്ഞ ഫിലിം ഷൂട്ടിങ് കേട്ടോ. അപ്പോൾ നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലേക്ക് നമ്മൾ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വണ്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഷൂട്ടിങ് നേരിട്ട് കാണുന്നത്. ഓഡീഷനോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. ആദ്യമായിട്ട് ഷൂട്ടിങ് കാണാൻ വരുന്നത് ആ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മളുള്ളത്. കൂടുതൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. ലൊക്കേഷനിലാണുള്ളത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ തിരിച്ചു പോവാം. ഞങ്ങൾ ഫോട്ടോച്ചിൽ വന്ന ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ അടുത്തത് നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ, ബിഗ് ബിയുടെ അല്ല ബിലാലിന്റെ വീടല്ല, ബിലാൽ ജോൺ കുരിശിങ്കൽ. അപ്പൊ പുള്ളി താമസിച്ച വീട് ബിലാൽഖാന്റെ വീട് നമ്മൾ കാണാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ കാസർഗോഡ് നിന്ന് ഞങ്ങള് വന്നത് ബിലാൽഖാന്റെ വീട് കണ്ടിട്ടെങ്കിൽ ആർക്ക് മോശം, കാസർഗോഡ് അടുക്കല്ലേ മോശം. അതുകൊണ്ട് നമ്മൾ മാക്സിമം അവിടെ പോയി. ഇവിടെ കുറേ ഉണ്ടല്ലോ കാണാൻ വേണ്ടിട്ട്. നേരത്തെ നമ്മള് പ്രേമത്തില് ആ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിങ് ചെയ്ത് ഇത് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ഇത് ഞങ്ങളൊരു സ്റ്റാർട്ടിങ് മാത്രം കേട്ടാ. അടുത്തേല് സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരാ അവസാനം ഗൈസ്. നമ്മൾ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ ബിലാൽഖാന്റെ പെർക്കെത്തിയിട്ടുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ ഒന്നല്ല, നല്ലോണം മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ആ ലുക്കേ മാറിപ്പോയി. സാരമില്ല, നമുക്ക് ജസ്റ്റ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണാം. ക്രിസ്ത്യൻ സ്ട്രീറ്റ്, അതിന് നേരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ പഴയ ലുക്കല്ലേ അല്ല. ഇപ്പം അതെല്ലാം മാറ്റിയത് എന്തോ പോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പം അതെന്താ പറയുക, കൊച്ചിൻ കളക്ട്. യെസ്, ബിലാൽഖാന്റെ പോരാ, പക്ഷെ ഫുള്ളായിട്ട് കളഞ്ഞ് നശിപ്പിച്ച് പണ്ടൊക്കെ പോയി. നമ്മൾ വന്ന ഒരു പ്രതീക്ഷ അല്ല ഇവിടെ. അല്ല, ഇതിപ്പോ വാസ്കോ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് ആ ലുക്ക് ഫുള്ളായിട്ട് കളഞ്ഞു പോയി. ഈ ഫോണിൽ റീൽസ് ഒക്കെ ചെയ്ത് നടന്നിട്ട് ഈ എന്ത് തേങ്ങ കിട്ടിയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് അതിനുള്ള ഉത്തരം ഇവൻ പറയും. പറയടാ, എന്ത് പറയും? ഇങ്ങനെയാണ് തുടക്കം മാത്രം. സിനിമയിൽ അഭിനയിച്ചു ഗൈസ്. എന്ത് നില വന്നാലും ബന്ധനില മറക്കാതെ നല്ലതേ നടക്കും. കേട്ടോ.